അസ്സലാമലൈക്കും. നല്ല കട്ടിച്ചാറോട് കൂടിയിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള സിമ്പിളായി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ, കുറച്ച് പുതിന, ഒരു പച്ചമുളക്, എരിവ് വേണ്ടവർക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായി വഴറ്റി കൊടുക്കുക. ശകലം ഉപ്പും ചേർത്തിട്ട് സവാളയുടെ പകുതി മുക്കാലും വേവായതിനു ശേഷം മാത്രം ഇതിലേക്കായിട്ട് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് 2 പച്ചമുളക് അത് സ്ലൈസ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടി ഇടുന്നതിന് മുമ്പായി ഈ തക്കാളിയും സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വേവണം. ചപ്പാത്തിയിലേക്കും ദോശയിലേക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്നതിന് ശേഷം, വഴന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോണ ആ രൂപത്തിലായതിനു ശേഷം ഇതിലേക്കായിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിനായിട്ട് നമ്മളിവിടെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, ചുവന്ന മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. മസാലപ്പൊടി ഈ സവാളയുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് ഇതുവരെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പുണ്ടല്ലോ, അത് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് കറി ആവൂല കേട്ടോ. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ അത്ര തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് കറി നീളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം. അതിലും കൂടുതലായാൽ ഈ കറിന്റെ ടെക്സ്ചർ മാറിപ്പോവും, ഈ കറിയുടെ രുചിയും മാറിപ്പോവും കേട്ടോ. മുൻപ് ഞാൻ കാണിച്ചു 3/4 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ടതെന്ന്. എരിവ് കൂടുതലായി വേണ്ടവർക്ക് അതൊരു ടീസ്പൂൺ തന്നെ ആക്കിയെടുക്കാം. ഉപ്പിന്റെ അളവ് 1/2 ടീസ്പൂണാണ് ആദ്യം കാണിച്ചത്, അത് ശകലം കുറവാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി തിളച്ച് മറിയണ്ട കേട്ടോ. അരപ്പൊഴിച്ചതിന് ശേഷം തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നീട് നമുക്ക് എത്രയാണോ എഗ്ഗ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഏതൊരു സാധാരണക്കാരൻ്റെ അടുക്കളയിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.